കോതമംഗലത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും കാട്ടാനക്കൂട്ടമെത്തി. പൂച്ചക്കുത്ത്, മയിലാടുംകുന്ന് എന്നീ പ്രദേശങ്ങളിലെത്തിയ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രദേശത്തെ വീടുകളുടെയും പറമ്പുകളുടെയും ചുറ്റുമതിൽ ഉൾപ്പെടെ തകർത്ത കാട്ടാനക്കൂട്ടം വീണ്ടും പ്രദേശത്താകെ ഭീതി പടർത്തിയിരിക്കുകയാണ്. കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലാണ് വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയിരിക്കുന്നത്. പൂതത്താൻകെട്ടിന് സമീപം പൂച്ചക്കുത്ത്, മയിലാടുംകുന്ന് പ്രദേശങ്ങളിലെത്തിയ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൂച്ചക്കുത്തിൽ വിജയൻ ചിറ്റേത്ത് എന്ന കർഷകൻ 3 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത പൈനാപ്പിൾ തോട്ടത്തിൽ കാട്ടാനകൾ വൻ നാശനഷ്ടമാണ് വരുത്തിയത്. 7000ഓളം കനികൾ കാട്ടാനകൾ തിന്നും ചവിട്ടിയരച്ചും നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം. എസ്റ്റേറ്റിന്റെ പ്രവേശന കവാടത്തിനും ആനകൾ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. കൂടാതെ നിരവധി റബ്ബർ തൈകളും കയ്യാലകളും ആനക്കൂട്ടം തകർത്തിട്ടുണ്ട്. കുലച്ചു തുടങ്ങിയ കന്നാരത്തോട്ടത്തിലെ 7000ഓളം കനികൾ കാട്ടാനക്കൂട്ടം നശിപ്പിക്കുകയും ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാവുകയും ചെയ്തുവെന്ന് കൃഷിയുടമ വിജയൻ പറഞ്ഞു. കുലച്ചു തുടങ്ങിയ 7000-ലധികം വരുന്ന കാനികൾ കംപ്ലീറ്റും പറിച്ച് നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളതാണ്. ഇനി ആ സ്ഥലം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. ഏകദേശം എനിക്കൊരു 4.5 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട്. ഇത് ലോണൊക്കെ എടുത്ത് ചെയ്തേക്കണെയാണ്. ഇത് സ്ഥലം വീട് വെച്ച് 5 ലക്ഷം രൂപ ലോൺ എടുത്ത് ചെയ്തേക്കണതാണ്. ഫസ്റ്റ് ചക്ക വെട്ടാൻ വേണ്ടി മരുന്ന് വെച്ച് എടുത്തേക്കണെയാണ്. 5 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് ആനകൾ കടന്നുകയറിയത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ടെന്ന് പ്രദേശവാസിയായ ജെയ്സൺ പറഞ്ഞു. ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന അടുത്തേക്ക് ഈ ആന നമ്മുടെ തോട്ടമെല്ലാം കടന്നു വരുന്നൊരു സ്ഥിതിയാണ്. മയിലാടുംകുന്ന് കവലയിലേക്കടക്കം കടന്നു വരുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളെല്ലാം ഭീതിയിലാണ്. നിരവധി കുട്ടികളടക്കം താമസിക്കുന്ന, പ്രായമായവരടക്കം താമസിക്കുന്ന വീടുകളുടെ അടുത്തേക്ക് കൂടി ആന എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ ആകെ ആശങ്കയിലാഴ്ത്തുന്നു. കാട്ടാന ശല്യത്തിനെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുണ്ടായില്ലെന്നും നാട്ടുകാർ ഭീതിയിലാണെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. ഇതിനെതിരെ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലുകളും നടത്തുന്നില്ല എന്നുള്ളതാണ്. ഈ നിമിഷം വരെ അവരൊന്ന് അന്വേഷിച്ച് വരുവാനോ ഒന്നുകൂടി തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഈ ആനകൾ ഇങ്ങനെ വിളയാടി വന്നു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2ാം വാർഡിലേക്ക് ഒരിക്കലും ആന ഇറങ്ങിയിട്ടില്ല. ആദ്യമായിട്ടാണ്, ഫസ്റ്റിലാണ് ആന വരുന്നത്. പ്രതീക്ഷയില്ലാത്ത ഏരിയ നമുക്ക് വരുന്ന പ്രതീക്ഷയില്ല വന്നവരെ. പക്ഷെ അങ്ങനെ ആന വന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം അടിച്ച് നാശമാക്കിയിട്ട് ആന പോണ വഴിക്കെല്ലാം വാഴ, അതുപോലെ തന്നെ അണ്ണാറെല്ലാം വെറുതെ കാണാം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താടുകുളത്ത്.